എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന വായു എന്ന പോലെ നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ച സത്യമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഭഗവാൻ ലോകത്തിന് നൽകിയ ഉണർത്തുപാട്ട്. ഭഗവത്ഗീതയുടെ സത്സ്വാധീന വലയത്തിൽ മഹത്തരമായ ജീവിത ലക്ഷ്യങ്ങൾ, വിജയങ്ങൾ സാധിച്ചവർ നിരവധിയാണ്. ലോകമാതാവായ ശ്രീ അമൃതാനന്ദമയീ ദേവി ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: ഗീത പഠിക്കുക, കൃഷ്ണനെ പോലെയാവുക. കൃഷ്ണനെ പോലെ ആവുക എന്നാൽ ഗീതാ തത്വത്തെ അറിഞ്ഞു ജീവിക്കുക എന്നതാണ്. ഇവിടെ ഇതാ ഗീതാമൃതത്തിലൂടെ ശ്രീമദ് ഭഗവത്ഗീതയുടെ മഹത് സന്ദേശങ്ങൾ ഇനിവരും കാലത്തിലേക്ക് എത്തുകയാണ്. ഈ പ്രപഞ്ചത്തിൽ സർവപ്രാണികളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ഈശ്വരൻ. ആ ഈശ്വരഭാവത്തെക്കുറിച്ച് ഭഗവത്ഗീത പറയുന്നു. ഭഗവത്ഗീത പറയുന്ന ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നാം നിൽക്കുന്നത് എട്ടിമടയിലെ അമൃത വിശ്വവിദ്യാപീഠത്തിലാണ്. ഇവിടെ കഴിഞ്ഞ 5 വർഷമായി അവധിക്കാലത്ത് ഗീതാമൃതം എന്ന പേരിൽ ഒരു അവധിക്കാല ക്യാമ്പ് നടക്കുന്നുണ്ട്. കുട്ടികൾക്കായി, യുവാക്കൾക്കായി, അങ്ങനെ പലതരം ഘട്ടങ്ങളിലുള്ളവർക്കായി നടത്തുന്ന പ്രത്യേക ക്യാമ്പ്. ഗീതയിലൂടെ ജീവിതത്തെ അറിയുവാനും ജീവിത വിജയം നേടുവാനുമുള്ള പരിശീലനമാണ് ഗീതാമൃതത്തിലൂടെ നൽകുന്നത്. ഇത്തവണ ഗീതാമൃതത്തിൻ്റെ അവധിക്കാല ആ ക്യാമ്പിൻ്റെ സമയത്ത് നാം ഇവിടെ എത്തിയിരിക്കുകയാണ്. എട്ടിമടയിൽ ഇവിടേതാ സകല പ്രാണികളും ഒത്തുചേരുന്ന അമ്മയുടെ ആഗ്രഹത്തിൻ്റെ, അമ്മയുടെ കരുതലിൻ്റെ ഒരൊറ്റ പിൻബലത്തിൽ ധാരാളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് അവിടേക്ക് ധാരാളം പക്ഷികളെ ക്ഷണിച്ചു വരുത്തി ആ ഒരു സകല പ്രാണികളിലും ഈശ്വരൻ നിൽക്കുന്നു എന്ന തത്വത്തെ ഇവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ പാകത്തിന് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന അമൃത വിശ്വവിദ്യാപീഠം. ഇവിടെയാണ് നമുക്ക് ഗീതാമൃതം അറിയുവാനാകുന്നത്, ഗീതയുടെ യഥാർത്ഥ സത്യങ്ങളെ അറിയുവാനാകുന്നത്. ഗീതാമൃതം ഭഗവത്ഗീതയുടെ അമൃതം തന്നെയാണ്. ഇവിടെ കുട്ടികളും യുവാക്കളും അറിയുന്നത് ജീവിതത്തിൻ്റെ ശാസ്ത്രമാണ്. എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെയൊക്കെ ജീവിക്കരുതെന്നും സ്വയം അറിയാനും ആ തിരിച്ചറിവിൽ വിജയം നേടാനുമുള്ള ബോധം ഊട്ടിയുറപ്പിക്കലാണ് അത് ഗീതാമൃതം. ഭഗവത്ഗീതയുടെ മഹാസത്യത്തെ അറിയുവാൻ എട്ടിമടയിലെ അമൃത വിശ്വവിദ്യാപീഠത്തിലെ ഗീതാമൃതം എന്ന സംരംഭത്തെക്കുറിച്ച് അറിയുവാൻ എത്തിയ നാം തീർച്ചയായും ആ സംരംഭത്തെക്കുറിച്ച് പറയണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ ഊർജ്ജം മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ 5 വർഷമായി അതിനുവേണ്ടി പ്രയത്നിക്കുന്ന സ്വാമി ധ്യാനാമൃത ചൈതന്യയിൽ നിന്ന് തന്നെ വേണം അറിയാൻ. സ്വാമിയാണ് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം. ഗീതാമൃതം കഴിഞ്ഞ 5 വർഷമായിട്ട് അമൃത വിശ്വവിദ്യാപീഠത്തിൽ, അമൃത വിശ്വവിദ്യാപീഠം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രപഞ്ചത്തിലെ മുഴുവൻ ഭാവങ്ങളും തങ്ങി നിൽക്കുന്ന, ഊർജ്ജം തങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ആ ഗീതാമൃതം എന്നുള്ളൊരു സങ്കല്പം എങ്ങനെയാണ് തുടങ്ങുന്നത്? അമ്മ പറയുന്ന 2 തരത്തിലുള്ള വിദ്യാഭ്യാസമുണ്ട്. ജീവിക്കാനുള്ള വിദ്യാഭ്യാസവും ജീവിതത്തിനുള്ള വിദ്യാഭ്യാസവും. എഞ്ചിനീയറിങ്ങും മെഡിസിനും ഒക്കെ പഠിക്കുമ്പോൾ ജീവിക്കാനുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ നേടുന്നത്, വയറ്റുപിഴപ്പിനുള്ള വിദ്യാഭ്യാസം. പക്ഷേ എങ്ങനെ ജീവിക്കണം ഇവിടെ, അതും കൂടി ഇതിൻ്റെ ഭാഗമാക്കണം എന്ന അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്.
ഈ രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമാണ്. വയറ്റിപ്പഴപ്പും വേണം, എങ്ങനെ മനഃശാന്തിയോടെ ജീവിക്കാൻ കഴിയണം അതും നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ സാധാരണ വിദ്യാഭ്യാസം മാത്രം നേടിയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം, പേരും പെരുമയും പ്രശസ്തി ഉണ്ടാവും, പക്ഷേ മനസമാധാനം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, ശാന്തി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, മറ്റൊരാളെ സ്നേഹിക്കാനോ മറ്റുള്ള തെറ്റുകുറ്റവും പൊറുക്കാനോ അതിനുള്ള കഴിവുണ്ടാവണമെന്ന് നിർബന്ധമില്ല. ആ ഒരു വിദ്യയും കൂടി മനസ്സിലാക്കിയാലേ സന്തോഷത്തോടെയും ശാന്തിയോടെയും ജീവിക്കാൻ പറ്റുള്ളൂ. I have attended this camp for the first time. First, before coming, I don't like Bhagavad Gita first. After coming here, after seeing the games and how are the Anjis teaching, I loved the Bhagavad Gita. Now, first I was taught the writing exam, getting a good job was the only goal in the life. After coming here, I understood that the only aim and the goal is to reach the extreme happiness. The only right choice which I had decided till now is this camp. I experienced a lot in this camp. The best thing I learned in this camp is how to focus and concentrate, how to meditate. I would like to quote a thought that don't be just one, be the one. Now I know that whatever happens in my life, it's not going to affect me, because I know even that will pass. After some time I won't need to face that also, and that everything, if anything bad happens in my life, after that something good will happen. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തനിക്ക് മാത്രം നേടുക എന്നുള്ളതല്ല, അതിൻ്റെ ഒരു ഭാഗം താൻ നേടിയ അറിവിൻ്റെ ആ കഴിവിൻ്റെ ഒരു ഭാഗം സമൂഹത്തിലേക്കും കൂടി കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. എന്നാലേ വിദ്യാഭ്യാസം പൂർണ്ണമാവും. അപ്പോൾ അതിനുള്ള ഒരു പ്രചോദനം കുട്ടികൾക്ക് ഉണ്ടാവണം. സമൂഹത്തിന് വേണ്ടി തൻ്റെ സമയവും തൻ്റെ കഴിവും അറിവും കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടായാലേ വിദ്യാഭ്യാസം പൂർണ്ണമാവുള്ളൂ. ഈ രണ്ടും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അമ്മയുടെ വിദ്യാഭ്യാസ വീക്ഷണം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആണ് ഭഗവത്ഗീത ഇന്നത്തെ സമൂഹത്തിലെ ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് തുടങ്ങിയത്. തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. We have to inquire. Tadaf padam tat parimargitavya. We have to keep inquiring. Who am I? When will you start inquiring? When you feel discomfortable with yourself. Whatever you achieve in life, you are not satisfied. You are not content. You are not happy with. So if you are intelligent, the question will come, why am I not happy? Why I don't feel happiness in my life in spite of having all the achievements, money, name, fame, friends, recognition. Still, I am not happy. Why? The question has to come, will come. In spite of having all the material wealth and the accomplishments, he will feel something empty inside. And if you try to fill it up with all kinds of liquids, which gives you kick, and all kinds of luxuries, still you feel it's not fulfilled, still empty. Where am I gone wrong? Why I am not feeling satisfied? Why I am not feeling fulfilled? Two chances are there. In that situation, you come and attend a Gita class. You happen to listen to something. Somebody is talking about God. That knowledge, it was a big shock. I thought I am this, but I realized, no, I am not. I am something else, so divine. So my nature is happiness.
your life will change completely by the shock of the knowledge. If that doesn't happen by knowledge, the second chance is shock of the world. Whom you considered as your friend is left you. Whom you considered very close to you, they departed you. They departed. And all the money that you generated and kept, all stolen overnight. Shock of the world. Either with the shock of the world or with the shock of the knowledge, you have to come to this path. There is no other way. Which is better? If the shock of the knowledge doesn't give you the shock, then shock of the world should give you. Don't think that big earthquake should happen. A piece of clay has to be broken, that's enough. It's a big shock. Think. If we can understand this, the object, you can have it, no problem. And you can enjoy the object also. But don't think that it is permanent. Don't feel bad if you have sorrow. You are in the first chapter. You have to go to the second chapter. Do you want to go to the second chapter? Oh, you want to remain always in the first chapter? You cannot remain always in the first chapter, because after the depression you will die. You will commit suicide. When the sorrow comes, sorrow will be increased and it becomes depression. It's unbearable, it becomes depression, and you will commit suicide. You will destroy your life. Not necessarily instantly may you do it, but by drinking, by drugs, you are spoiling your life. Which should have been a blessing to the society, it becomes a curse. And the society has to maintain such an idiot, useless fellow, creating only problems and disturbance in the society. Think, choice is ours. Whether we want to remain with the sorrow or live a life of happiness, of celebration. ഇപ്പോൾ 5 വർഷമായിട്ട് ഗീതാമൃതം നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു 7 ദിവസമാണ്, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും 7 ദിവസം, അത് കഴിഞ്ഞ് യുവാക്കൾക്ക് 7 ദിവസത്തെ ഒരുമിച്ച് ചേർന്ന് അവർക്ക് ഇതെല്ലാം പങ്കുവയ്ക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്തുള്ള കുട്ടികളുടെ ആ ഒരു സമീപനവും പിന്നെ അത് തീരുന്ന ഒരു 7 ദിവസം കഴിയുമ്പോഴേക്കും അവരുടെ സമീപനത്തിൻ്റെ ആ വ്യത്യാസം അങ്ങ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അതെങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? അവരോട് തന്നെ ചോദിച്ചാൽ നേരിട്ട് പറയുന്നതായിരിക്കും, അവരുടെ അടുത്ത് നേരിട്ട് കേൾക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഭഗവത്ഗീതയെക്കുറിച്ചിട്ടും ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അതിനാരെയും കുറ്റം പറയാൻ പറ്റില്ല. മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തില്ല, അത് പറഞ്ഞു കൊടുക്കുന്ന സ്ഥാപനങ്ങളോ നമ്മുടെ അതിനുള്ള ശ്രമങ്ങളോ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട വിധം ഉണ്ടായിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സാധാരണഗതിയിലൊരു പുച്ഛമാണ്, അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ആദ്യം വരുമ്പോൾ എന്താണെന്നറിയാതെ എന്തോ ഉണ്ട് എന്നുള്ളൊരു ഭാവത്തോടു കൂടിയാണ് വരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് വന്ന് കണ്ട് മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതം മുഴുവനും മാറുന്നുണ്ട്. Before I came for this camp, I have some problems like short-temperedness and stage fright. But now I've gotten over it because of the way we have been taught here. These 7 days has basically been enriching in a different way. I've come to get over my fears, understand life in a better way, and enjoy life as it is.
Before I came into this camp, my point of view on Gita was completely different. I used to think that Gita is a holy text. It contains lot of information on our caste, religion, the gods. I knew it was written by Veda Vyasa and it is told by Sri Krishna, but I still had these doubts. After coming to this camp, I've learned so many things. The first day, Dhyanji told us that Gita is not only Sanskrit, not only text, it is the user manual for everyone. ക്യാമ്പിൽ വന്നൊരു കുട്ടി, അദ്ദേഹം നമ്മൾ വരുമ്പോൾ ക്യാമ്പിൻ്റെ തുടക്കത്തിൽ അവർ എന്താണ് അവരുടെ ജീവിതം, അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അവരുടെ ജീവിതത്തിൻ്റെ നിലപാടെന്താണ്, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ ചോദിച്ച് അവരുടെ ഒരു ആദ്യത്തെ ഒരു ഇൻറ്ററാക്ഷൻ സമയത്ത് മിക്കവാറും പേര് ദുഃഖിതരാണ്. അവർ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ കോഴ്സ് ചെയ്യുന്നത് മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പ്രഷർ കൊണ്ടിട്ടാണ്. അവർക്ക് സ്വന്തം താല്പര്യത്തോടു കൂടി ചെയ്യുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അങ്ങനെ സ്വന്തം താല്പര്യത്തോടു കൂടി ചെയ്യുകയാണെങ്കിലും അവർക്ക് തൃപ്തിയില്ല, സന്തോഷമില്ല. അവർക്ക് ഇതിനെ നേരിടാനുള്ള കഴിവുണ്ടോ, ശക്തിയുണ്ടോ, വരുന്ന ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആത്മവിശ്വാസം കുറവ് കാണുന്നുണ്ട്. അങ്ങനെ വന്നൊരു കുട്ടി പറഞ്ഞത്, അച്ഛനാണ് നിർബന്ധിച്ച് അവനെ എൻജിനീയറിംഗ് പഠിപ്പിച്ചത്. മൈ ലൈഫ് ഈസ് എ ഗാർബേജ്. അതായിരുന്നു ആദ്യത്തെ ദിവസം അവൻ്റെ ഉത്തരം ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ. 7 ദിവസത്തെ ക്യാമ്പിന് ശേഷം ഇതേ കുട്ടിയോട് ഇപ്പോൾ എന്ത് തോന്നുന്നു ജീവിതത്തെക്കുറിച്ച്? ഐ ഫൗണ്ട് ദ ഗാർഡൻ. അടിസ്ഥാനപരമായി ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാതെ ജസ്റ്റ് വയറ്റുപഴപ്പിനുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ മാർക്കിന് വേണ്ടി, ഗ്രേഡിന് വേണ്ടി, പ്ലേസ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ഇന്നത്തെ യുവതലമുറ നോക്കുന്നത്. അങ്ങനെ നോക്കി കാണുന്നവർക്ക് ജീവിതത്തെക്കുറിച്ചൊരു വീക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. താൻ ഒറ്റയ്ക്കല്ല ഈ ലോകത്തിൽ, നമ്മളെല്ലാവരും ഒരു ചങ്ങലയുടെ കണ്ണികളാണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമുക്കും ഈ സമൂഹത്തോടൊരു ഉത്തരവാദിത്വമുണ്ട്. കൊടുക്കാൻ നമ്മൾ ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം, പരസ്പരം പങ്കുവയ്ക്കാൻ നമ്മൾ തയ്യാറാവണം എന്ന് മനസ്സിലാക്കി കൊടുത്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എങ്ങനെ അത് നേരിടണം, അതിൽ വരുന്ന ചലഞ്ചസ് എന്താണ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക ചെയ്യുന്നത്. അത് ഗീത അതാണ് ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തത്. ഇപ്പോഴും നമുക്ക് ആ ഗീതയെ തന്നെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തത്വമാണല്ലോ ഈ ഒരു ഗീതാമൃതത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഭഗവത്ഗീതയുടെ പ്രസക്തി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്നും പ്രസക്തിയുള്ള ശാസ്ത്രം തന്നെയാണ് ഗീത. അപ്പോൾ അതിന് എന്തായാലും ഒരു സ്വാമി പറയുമ്പോൾ ഗീതയെക്കുറിച്ചല്ല അതെന്താ പറയുക സ്വാമി എന്നേ എല്ലാവരും ചിന്തിക്കുള്ളൂ. ശരിയാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽപ്പെട്ട ആൾക്കാർ അവർ ജീവിതത്തിലൊരു 10-15 വർഷം മിനിമം, 15-20 വർഷം ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിച്ച് ഒരു സമൂഹത്തിന് വേണ്ടി കാര്യമായിട്ട് സംഭാവന നൽകിയവർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യം അവർ ജീവിതത്തിൽ നേടിയവർ, സ്വന്തമായിട്ടൊരു അച്ചീവ്മെൻറ്റ് നേടിയവർ, അവരെ
ക്ഷണിച്ച് നമ്മൾ കൊണ്ടുവന്ന് രാഷ്ട്രീയക്കാരുണ്ടാവാം, സംഗീത സാമ്രാട്ടുമാരുണ്ടാവാം, ആർട്ടിസ്റ്റുമാരുണ്ടാവാം, സോഷ്യൽ വർക്കേഴ്സ് ആവാം, ഡോക്ടറാവാം, എൻജിനീയർ ആവാം. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്ന് അവരുടെ ജീവിതം കുട്ടികളായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഗീതാമൃതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് മൈ ലൈഫ് മൈ പാഷൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പ്രശസ്തരും ജീവിതാനുഭവമുള്ളവരും വന്ന് അവരുടെ അനുഭവങ്ങൾ കുഞ്ഞുങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതാണ് സ്വാമി ഇപ്പോൾ വിശദമായിട്ട് പറഞ്ഞത്. സ്വാമി, അതുപോലെ തന്നെ ഈ കുട്ടികളിൽ നിന്ന് നാളേക്ക് നമുക്ക് വേണ്ടുന്ന ഇപ്പോൾ ഈ പ്രകൃതിയെ അറിയുന്നു, അവർ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കുന്നു, അവരുടെ ഭാവന ഉണരുന്നു ഒക്കെ ചെയ്യുന്നു. നാളത്തേക്ക് വേണ്ടുന്ന പൗരന്മാരെ സൃഷ്ടിക്കുവാൻ ഭഗവത്ഗീതയിലൂടെ ശ്രമിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആ ജീവിതത്തിൽ ഈ ഒരു 7 ദിവസത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ആ മാറ്റങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു കുട്ടികളിൽ ഉണ്ടാകുന്ന ആ സ്വാധീനം, അവരുടെ ചോദ്യങ്ങൾ, തുടക്കത്തിലെ ചോദ്യങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ജനല തുറന്നു കൊടുക്കുന്നേ ഉള്ളൂ. യാത്ര ചെയ്യേണ്ടത് അവരാണ്. വഴി ഇതാണെന്ന് കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. വഴി കൂടി നടന്നു പോകേണ്ടത് അവരാണ്. വിത്തിടുന്നേ ഉള്ളൂ. എന്തായാലും വിത്ത് നശിക്കില്ല, മുളച്ചു വരുന്ന ഉറപ്പുണ്ട്.